ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരിപ്പൊടി, ഗോതമ്പ്, മൈദ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എടുക്കുക. ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ സവാളയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയാൽ മതി. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുക. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയാണ് ചേർത്തിട്ടുള്ളത്. മീറ്റ് മസാലയാണ്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടെ ചേർത്താൽ മതി. മസാല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളക്ക് ഒരു തക്കാളിയുടെ പകുതി മതി കേട്ടോ. തക്കാളി ഒരുപാട് ആവേണ്ട ആവശ്യമില്ല. തക്കാളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ എല്ലാത്തിലും നല്ല പോലെ തന്നെ ആയി കിട്ടും. അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയാറില്ല, പലർക്കും പല രീതിയിലായിരിക്കും ഉപ്പ് വേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ട ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാൻ മറക്കണതാണ് കറിവേപ്പില. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓട്സ് ആണ് ഉള്ളത് അതെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചേർക്കുന്നുണ്ട്. മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് കൈ കൊണ്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മസാല ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓട്സ് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ ചേർക്കണില്ല. ഇനി ഒരു പുട്ടുകുറ്റി എടുത്തിട്ട് നമ്മളിതിലേക്ക് പുട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നിറച്ചിട്ട് ആവിക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അപ്പോൾ തേങ്ങ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിറച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്സ് മസാല പുട്ട് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓട്സൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉച്ചക്ക് വേണേലും നമുക്ക് കഴിക്കാം, രാത്രിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. സാധാരണ പുട്ടുകുറ്റിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തേങ്ങ ഇട്ടിട്ട് സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay.